നമസ്കാരം. ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രാഞ്ചൈസി എങ്ങനെ ലോഗിൻ ചെയ്യും, അങ്ങനെ ലോഗിൻ ചെയ്ത് ഫ്രാഞ്ചൈസി ഡാഷ്ബോർഡിലെത്തിയാൽ എങ്ങനെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസിന് ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് തിരിച്ച് കമ്പനിയിലേക്ക് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിക്കുന്ന വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്രാഞ്ചൈസി ലോഗിൻ എന്നത് കമ്പനി വെബ്സൈറ്റായിട്ടുള്ള uninote.com എത്തിയതിന് ശേഷം അതിൻ്റെ ക്രോസ് ബാറിൽ ലോഗിൻ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതായി കാണുന്ന ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ യൂസർ ഐ ഡി പാസ്വേഡ് ഇത് രണ്ടും എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. യൂസർ ഐ ഡി പാസ്വേഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫ്രാഞ്ചൈസിയുടെ ഡാഷ്ബോർഡിലാണ് നമ്മളിങ്ങനെ എത്തിച്ചേരുന്നത്. ഈ കാണുന്നത് ഓരോ കാറ്റഗറികളുടെ സെലക്ഷൻ ബോർഡുകളാണ്. ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് അതത് കാറ്റഗറിയിലേക്ക് പ്രോഡക്റ്റ് ലിസ്റ്റിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഏത് കാറ്റഗറിയിലാണ്, ഇപ്പോൾ ഉദാഹരണത്തിന് കീ ചെയിൻ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ വിവിധ പ്രോഡക്റ്റുകൾ, വിവിധ കാറ്റഗറി സബ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന് 500 രൂപയാണ് റേറ്റ്. പക്ഷേ നമ്മളിത് കാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രാഞ്ചൈസിക്ക് അതിൻ്റെ റേറ്റ് 250 രൂപയായിട്ട് 50% കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏത് പ്രോഡക്റ്റും ആദ്യം കാണിക്കുന്ന റേറ്റ് അതിൻ്റെ MRP ആയിരിക്കും. പക്ഷേ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് നേരെ 50% ആയിട്ട് മാറും. അപ്പോൾ മറ്റൊരു പ്രോഡക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇത് ഡിസൈൻ ക്ലോക്കുകളാണ്, സൂപ്പർ ഗ്ലോസി ക്ലോക്കുകളാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ്, സപ്പോസ് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രോഡക്റ്റ് ഈ ഡിസൈൻ ആണ് എങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നു. അവിടെ അതിൻ്റെ കാണിച്ചിരിക്കുന്ന MRP എന്ന് പറയുന്നത് അത് 700 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ MRP ആണ്. ഇവിടെ നിന്ന് നമുക്ക് ആ കസ്റ്റമർ തന്നിരിക്കുന്ന ഏത് ഫോട്ടോയാണോ ആ ഫോട്ടോ നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്നത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ കാർട്ട് ചെയ്യുക, പ്രോഡക്റ്റിനെ നമ്മൾ അതിൻ്റെ കാർട്ട് ബോക്സിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിലെന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്താണോ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് അതിൽ പ്രിൻ്റ് ചെയ്യേണ്ടത്, അത് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനൊക്കും. അല്ലെങ്കിൽ അത് ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇപ്പം ആ 700 രൂപ എന്നുള്ള പ്രോഡക്റ്റിൻ്റെ റേറ്റ് 350 ആയിട്ട് കുറഞ്ഞിരിക്കുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പ്രോഡക്റ്റുകൾ, അതിൻ്റെ വിവിധ പ്രോഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുകയും അതിൻ്റെ ഡേറ്റ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഡാഷ്ബോർഡിൽ അതെങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. മൈ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഇതുപോലെ ഒരു കൺസോളായിരിക്കും വരിക. ഈ കൺസോളിൽ നമുക്ക് നമ്മളെ സംബന്ധിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാകും. അവിടെ നമ്മൾ എന്തെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രസൻ്റ്ലി എന്തെല്ലാം പെൻഡിങ് കിടപ്പുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി, അത് ബാക്ക് ഡേറ്റ് മുതലുള്ള പേയ്മെൻറ്റ് ഹിസ്റ്ററി ലോഡ് ചെയ്യാൻ. ഇപ്പോൾ ഇതിനകത്തിൽ ഇതൊരു ഡെമോ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് പേയ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് ഹിസ്റ്ററി മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് കാണാനൊക്കും. ബാക്കിലേക്ക് തിരിച്ച് നമ്മൾ നമ്മുടെ ഒരു സൈറ്റിൽ ചെന്ന് ഒരു എക്സാമ്പിളിന് നമുക്കൊരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഉദാഹരണത്തിന് കീ ചെയിൻ തന്നെ ഞാൻ എടുക്കുന്നു. അതിലൊരു കോമൺ കീ ചെയിൻ, അതിൽ വലിയ കസ്റ്റമൈസേഷനൊന്നും ഇല്ലാത്ത ഒരു കോമൺ കീ ചെയിൻ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം അത് പ്രോഡക്റ്റ് നമ്മൾ കാർട്ട് ചെയ്യുന്നു. കാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ റേറ്റ് 100 രൂപയായിരുന്നു, അത് 50 രൂപയായിട്ട് റെഡ്യൂസ് ചെയ്തു. ഇനി ജസ്റ്റ് പ്ലേസ് ഓർഡർ. ഇപ്പോൾ ഒരു ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ ഓർഡർ പ്രോസസ്സിങ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺസോളിൽ മൈ ഡാഷ്ബോർഡിൽ ആ പ്രോഡക്റ്റ് പെൻഡിങ് ആണ് എന്നറിയാം. ഇത് നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റിനെ നമുക്ക് ആ ഓർഡർ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇവിടെ വേണമെങ്കിൽ ചെയ്യാം. ഈ പ്രോഡക്റ്റ് കമ്പനി പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ മൈ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനി പ്രോസസ്സിങ്ങിന് ശേഷമാണെങ്കിൽ അവിടെ സ്റ്റാറ്റസ് മാറുന്നതായിട്ട് നമുക്ക് കാണിക്കാം. അണ്ടർ പ്രോസസ്സിങ് എന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. വൺസ് കമ്പനി ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ബില്ല് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോഴും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് 0 നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തെങ്കിലും ഇനി വൺസ് ഈ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ
നോക്കിയ പ്രോഡക്റ്റ് പർച്ചേസിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് 0 എന്നുള്ളത് മാറി 50 ആയിട്ടുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്കത് നമ്മുടെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ ഓരോ ഓർഡറുകളും നമ്മൾ ചെയ്യുന്നത്. ഇനി അങ്ങനെ നമ്മൾ വൺസ് ഒരു ഓർഡർ ചെയ്തു, അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് തിരിച്ച് കമ്പനിയിലേക്ക് ചെയ്യണമെങ്കിൽ ഈ പേയ്മെൻറ്റിൽ എത്തിയതിന് ശേഷം നമ്മൾ എത്ര എമൗണ്ട് ആണോ പേ ചെയ്യുന്നത് അത് ചെയ്യുക. ഇതുപോലെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID ഉപയോഗിച്ച് നേരെ ഡയറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് ഇത് വേണമെന്നുണ്ടെങ്കിൽ പേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് ഗൂഗിൾ പേയോ ഫോൺ പേയോ എൻ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാം. ജസ്റ്റ് ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആ മെസ്സേജ് വരും. നിങ്ങൾ ഗൂഗിൾ പേയിൽ ജസ്റ്റ് പേയ്മെൻറ്റ് അത് നിങ്ങളുടെ പിൻ അടിച്ച് ഓക്കെ കൊടുത്തു കഴിയുമ്പം നമ്മുടെ പേയ്മെൻറ്റ് ഇവിടെ റിസീവ് ആകും, പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ച് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് 0 ആയിട്ടുണ്ട്. നിങ്ങളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് 0. നിങ്ങളുടെ ആ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള മുഴുവൻ പേയ്മെൻറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ നമുക്കിവിടെ വ്യൂ ചെയ്യാനും. ഇനി ഇതിൻ്റെ മെയിൻ കൺസോളിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് കാറ്റഗറി വേണമെങ്കിലും ഇപ്പം ക്രോസ് ബാറിൽ കുറച്ച് കാറ്റഗറികൾ കൊടുത്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് സബ് കാറ്റഗറിയിലേക്ക് പോകാൻ സാധിക്കും. അതല്ല എങ്കിൽ അപ്പം ഉദാഹരണത്തിന് അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി എടുത്താൽ ആ അവാർഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന മുഴുവൻ പ്രോഡക്റ്റുകളും നമുക്കവിടെ ലോഡ് ചെയ്ത് വരും. ഇപ്പോൾ ഇനിഷ്യലി ഒരു 25 പ്രോഡക്റ്റ് ആയിരിക്കും ലോഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ലോഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു 25 എണ്ണം കൂടെ ലോഡ് ചെയ്ത് വരും. അതിനുശേഷം ഇനിയും നമുക്ക് കൂടുതൽ ഡിസൈൻസ് കാണണമെന്നുണ്ടെങ്കിൽ ലോഡ് മോർ എന്ന് പറയുന്ന ഓപ്ഷൻ വീണ്ടും ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഇതിനകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള 100 കണക്കിന് ഡിസൈൻസ് അതിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാറ്റഗറി വൈസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കാറ്റഗറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഓരോ കാറ്റഗറികളും കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സബ് കാറ്റഗറികൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇതിനകത്തിൽ നമ്മൾ ഈ കാറ്റഗറിയിലെ സബ് കാറ്റഗറികൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റിലെ സബ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ലിങ്കിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലക്ട് ചെയ്തിട്ട് അവിടേക്ക് പോകാൻ സാധിക്കും. അത് മെയിൻ കാറ്റഗറിയിൽ നിന്നോ സബ് കാറ്റഗറിയിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ആ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകളുടെ എല്ലാ ഡീറ്റെയിൽസിലേക്കും ഇപ്പം വെഡ്ഡിങ് കാർഡിൽ ട്രഡീഷണൽ വെഡ്ഡിങ് കാർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന വെഡ്ഡിങ് കാർഡുകൾ, ഇതുപോലെ ഡിജിറ്റൽ വെഡ്ഡിങ് കാർഡുകൾ, ഏത് കാറ്റഗറിയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ കാറ്റഗറിയിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ചെല്ലുന്നതിന് ഇപ്പോൾ ക്ലോക്കുകളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ടേബിൾ ടോപ്പ് ക്ലോക്ക് ആ കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്ട്സുകളിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ആ സബ് കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിലേക്ക് പോകാം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ഫ്രാഞ്ചൈസിക്ക് ഓർഡർ ചെയ്ത് അവരുടെ പേയ്മെൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് വളരെ ഈസി ടു യൂസ് ആണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.